ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 2 ഗീതാ വിഷയ സംഗ്രഹം. ശ്ലോകം 47. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാ തേ സംഗോസ്ത്വകർമ്മണി. വിവർത്തനം: സ്വന്തം നിയതകർമ്മം നിർവഹിക്കാനേ നിനക്കധികാരമുള്ളൂ. കർമ്മഫലങ്ങളിൽ യാതൊരുവിധ അധികാരവുമില്ല. കർമ്മത്തിൽ നിന്നുളവാകുന്ന ഫലങ്ങളുടെ ഹേതു താനാണെന്ന് കരുതേണ്ട. സ്വകർത്തവ്യം അനുഷ്ഠിക്കാതെ ഒഴിയാൻ ആഗ്രഹിക്കുകയുമരുത്. ഭാവാർത്ഥം: 3 വിഷയങ്ങളാണിവിടെ പ്രതിപാദിക്കുന്നത്. വിധിക്കപ്പെട്ട കർമ്മം, സ്വേച്ഛാനുസൃതമായ കർമ്മം, കർമ്മത്തിൽ നിന്നൊഴിയൽ. ഒരാളുടെ സ്വാർജിതമായ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയാണ് നിയതകർമ്മമെന്ന് പറയുന്നത്. സ്വേച്ഛാനുസൃതമെന്നാൽ ആധികാരികമല്ലാത്തത്. അകർമ്മം തന്റെ വിധിക്കപ്പെട്ട കർമ്മങ്ങൾ നിറവേറ്റാതിരിക്കൽ. അകർമ്മം പാടില്ലെന്നും ഫലകാംക്ഷ കൂടാതെ തന്റെ നിയതകർമ്മം നിർവഹിക്കണമെന്നും ഭഗവാൻ അർജുനനോട് ഉപദേശിക്കുന്നു. കർമ്മഫലത്തിൽ ആകൃഷ്ടനായ ഒരാൾ കർമ്മത്തിന്റെ ഹേതുഭൂതനുമാകും. അയാൾ കർമ്മഫലങ്ങൾ ദുഃഖമായാലും സുഖമായാലും അനുഭവിച്ചേ തീരൂ. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ 3 വിധമുണ്ട്: ദൈനംദിന കർമ്മം, നൈമിത്തിക കർമ്മം, സ്വേച്ഛാപ്രകാരം ചെയ്യുന്ന കർമ്മം. ധർമ്മഗ്രന്ഥങ്ങൾക്കനുസൃതമായി തന്റെ കർത്തവ്യമായി കരുതി നിത്യകർമ്മങ്ങൾ ഫലകാംക്ഷ കൂടാതെ അനുഷ്ഠിക്കുന്നതാണ് സത്വഗുണത്തിലുള്ള പ്രവൃത്തി. ഫലമുദ്ദേശിച്ചു ചെയ്യുന്നവ ബന്ധനഹേതുവായി തീരുന്നതുകൊണ്ട് മംഗളകരങ്ങളല്ല. തനിക്ക് വിധിക്കപ്പെട്ട കർമ്മം ചെയ്യാൻ ഏവർക്കും അവകാശമുണ്ട്. പക്ഷേ അത് ചെയ്യുന്നത് ഫലാസക്തിയോടെ ആവരുത്. വിധിക്കപ്പെട്ട കർമ്മങ്ങൾ അനാസക്തിപൂർവം നിർവഹിക്കപ്പെട്ടാൽ അത് ഒരാളെ മുക്തിമാർഗത്തിലേക്ക് എത്തിക്കുന്നു. ഫലത്തിൽ ആസക്തനാകാതെ തന്റെ കർത്തവ്യമെന്ന നിലയിൽ യുദ്ധം ചെയ്യാനാണ് കൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചത്. യുദ്ധത്തിൽ നിന്നൊഴിഞ്ഞു മാറുന്നത് ആസക്തിയുടെ മറ്റൊരു വശമാണ്. അങ്ങനെയുള്ള ആസക്തി ഒരിക്കലും മോചനമാർഗത്തിലേക്ക് എത്തിക്കുന്നില്ല. 2 വിധത്തിലായാലും ആസക്തി ബന്ധനഹേതുവാണ്. അകർമ്മം പാപവും. അതുകൊണ്ട് തന്റെ കടമ എന്ന നിലയിൽ യുദ്ധം ചെയ്യുക മാത്രമേ അർജുനന് മംഗളകരമായ മുക്തി മാർഗമായിട്ടുള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു.